ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ ജിമ്മിൽ ചെല്ലാൻ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ തൊട്ടേ ജിമ്മിന്റെ ഫ്രണ്ടിൽ എന്നും 1 രൂപ നാണയം കാണും കേട്ടോ. ഞങ്ങൾ സ്ഥിരം അങ്ങനെ ഇതിങ്ങനെ കിട്ടും. അപ്പൊ ഞങ്ങൾ വിചാരിച്ച പോലെ പിള്ളേരൊക്കെ കൊണ്ടുവന്നിരുന്നായിരിക്കും, അല്ലെങ്കിൽ ജിമ്മിൽ വരുന്ന. അപ്പൊ ഈ കിട്ടുന്ന 1 രൂപയ്ക്കകത്തൊക്കെ ഈ വെളുത്ത പൊടി പോലെ എന്തോ സാധനം പറ്റിയിരിപ്പുണ്ട്. ഞങ്ങൾ ആരും അത് കാര്യമാക്കിയില്ല. ഈ മിനിഞ്ഞാന്നാണെങ്കിൽ CCTV ക്യാമറ, അത് ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന ഒരുത്തൻ എന്തോ കൊണ്ട് ജിമ്മിനകത്തോട്ട് വലിച്ചെറിയുന്നത് കണ്ടോണ്ട് ആ ചെക്കൻ അത് പോയി മാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ വന്നിട്ട് ഇത് നോക്കി കേട്ടോ. CCTV ക്യാമറ എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഒരാളെന്തോ കൊണ്ടൊന്ന് വലിച്ചെറിയുന്നുണ്ട്. അപ്പം ഇത് തുടക്കം മുതലേ ഇങ്ങനെ പല സാധനങ്ങളും പലവിധ നാണയം മാത്രമല്ല പലവിധ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടിയിരുന്നത് കൊണ്ടുള്ള സംശയത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെയാണ് CCTV ക്യാമറ വയ്ക്കുന്നത്. ഇപ്പൊ ചെന്ന് നോക്കിയപ്പോഴത്തേനും അതിന്റെ CCTV ക്യാമറയുടെ ഇതിന്റെ ഫുട്ടേജിനകത്തുണ്ട്. ഇത് വേറെടുത്ത് ജിമ്മ് നടത്തുന്നവനാണ് അവൻ. ഇതുപോലെ ഈ പരിസരത്ത് എവിടെ ജിമ്മ് നടത്തിയാലും അതിന്റെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമെന്ന് പറയുന്നു. പിന്നെ വേറെ പിള്ളേരൊക്കെ പിടിച്ച് ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോ ഇപ്പോഴാണ് ഇത് അറിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ കംപ്ലൈന്റ് കൊടുക്കാൻ ഞങ്ങൾ മാസ്റ്റർ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ അവിടെ നിൽക്കുന്നെന്ന്. എന്നിട്ട് ഇവൻ പറയുവായിരുന്നു ഇവൻ മണ്ടനാണോന്നാ വിചാരിക്കുന്നത്. എന്നിട്ട് പോലീസുകാർ പറഞ്ഞു മര്യാദയ്ക്ക് ആവുന്നില്ല, നിന്റെ ജിമ്മ് കൂട്ടിക്കുമെന്നും പറഞ്ഞ് അവനെ അവിടെ ഓടിച്ചെന്നും പറയുന്നു. വീഡിയോ നിങ്ങളൊന്നും കണ്ടു. നിങ്ങൾ നോക്കണം. ഇപ്പം ആ ജിമ്മിൽ നിന്ന് ഇറങ്ങി പോകുന്ന പയ്യനാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞത്. അവൻ ഇറങ്ങിപ്പോയിട്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയം കൊണ്ട് ഒരാൾ അവിടെ നിന്ന് കയറി വരുന്ന കണ്ടോണം. കണ്ടോ അതെ ഈ വരുന്ന ആളാട്ടോ, ഈ വെള്ള ഉടുപ്പിട്ട ആള്. ഇയാളാ ഇവിടെ ജിമ്മ് കുറച്ചങ്ങ് മാറി ജിമ്മ് നടത്തുന്ന ഓണറുടെ ചിങ്കിടിയാണ് ഇവൻ ഒരു 50 രൂപ കൊടുത്ത് ഇവൻ എന്ത് നക്കിത്തരവും കാണിക്കുന്ന ഒരുത്തനാണ്. കണ്ടോ എന്തോ വലിച്ചെറിഞ്ഞു അതിനകത്തേക്ക്. അപ്പോൾ ആ ചെക്കൻ കണ്ട് ചോദിക്കുന്ന കാണുന്നത്. അടുത്ത് വിളിച്ചെഴുത്തി ചോദിച്ചു എന്തോ എറിയുന്നതെന്ന് എന്തോ ചോദിച്ചവൻ. അവനെന്തോ സംശയം തോന്നി കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ വെളുത്ത പൊടി പോലെയുള്ള എന്തോ സാധനമാണ് അവിടെ കൂടുതലും കാണാറ്. അപ്പം അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പൗഡർ പോലെ എന്തോ സാധനങ്ങൾ മിക്ക ദിവസവും കാണാം. പിന്നെ പൈസ കാണാം, പിന്നെ വേറെ പല വസ്തുക്കളും അതിനകത്ത് കാണാം. ഇപ്പോൾ ആ ചെക്കൻ സംശയം തോന്നിയിട്ട് ഇപ്പോൾ അവൻ തിരിച്ച് ജിമ്മിനകത്തോട്ട് കയറി പോകും കേട്ടോ. എന്നിട്ട് മാസ്റ്ററോട് പറയാൻ പോകുന്നതാണ്. എങ്ങനെ ഉണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുത്തനൊന്ന് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനോ